ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രേഡിംഗ് വ്യൂ പ്ലാറ്റ്ഫോം എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ടെക്നിക്കൽ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന നമ്മളൊരു പ്ലാറ്റ്ഫോമാണ് ട്രേഡിംഗ് വ്യൂ. ഓക്കെ, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കാണുന്ന നമ്മൾ ചാർട്ട് അനാലിസിസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഒരു വ്യൂ ആണ് കാണിക്കാൻ പോകുന്നത്. ഇതിൽ നമുക്ക് ടൂൾസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് മൊബൈലിൽ ഇതെങ്ങനെ യൂസ് ചെയ്യാം. മേ ബി ചില ആളുകൾ മൊബൈലിലായിരിക്കും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊബൈലിൽ എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് ഞാൻ ഫോണിൽ വീഡിയോ എടുത്തിട്ട് അതും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ടൈമിൽ ഓൾറെഡി നിങ്ങളുടെ മെയിലിലായിരിക്കുമല്ലോ ഗൂഗിൾ ലോഗിൻ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു മെയിലിൽ തന്നെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, സെർച്ച് ചെയ്യുക. ട്രേഡിംഗ് വ്യൂ എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ട്രേഡിംഗ് വ്യൂ. ഓക്കെ 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 ട്രേഡിംഗ് വ്യൂ. ട്രേഡിംഗ് വ്യൂ സൈറ്റ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ട്രേഡിംഗ് വ്യൂ ട്രാക്ക് ആൾ മാർക്കറ്റ് ഇന്ത്യ എന്നുള്ള ഫസ്റ്റ് സൈറ്റ് കാണാം. അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യാം, എൻ്റർ ആവാം. അപ്പോൾ ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തതുകൊണ്ട് തന്നെ എൻ്റെ ഇത് ഓട്ടോമാറ്റിക്കലി എൻ്റെ മെയിലുമായിട്ട് കണക്ട് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവും. അപ്പോൾ മെയിൽ കണക്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ ഫോണിൽ ഏതാണോ മെയിൽ, സെയിം മെയിൽ സിസ്റ്റത്തിലും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ട്രേഡിംഗ് വ്യൂവിനായിട്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ടൈമിൽ നമുക്ക് ഫോണിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്രോ ചെയ്യുന്നതൊക്കെ ഇവിടെ സിസ്റ്റത്തിലും കിട്ടും, സിസ്റ്റത്തിൽ ഡ്രോ ചെയ്യുന്നതൊക്കെ ഫോണിലും കിട്ടും. രണ്ടും സെയിം അക്കൗണ്ട് ആകുമ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ മെയിൽ ഡിസ്കണക്ട് ആയിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഡിഫോൾട്ട് ആയിട്ട് വരും കണക്ട് വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സെയിം മെയിൽ ഐ ഡി വെച്ച് കണക്ട് ചെയ്യാനുള്ളത് പറയും. അതെന്ത് ചെയ്യാം, സൈൻ ഇൻ ചെയ്ത് കൊടുക്കുക, ലോഗിൻ ചെയ്ത് കൊടുക്കുക മെയിലുമായിട്ട്. അപ്പോൾ ഇതുപോലെ ഒരു ഇന്റർഫേസ് ആയിട്ടും വരുന്നുണ്ടാവും. അതിൽ ഈ ഒരു റൈറ്റ് കോർണറിൽ നമുക്ക് ഇവിടെ നമ്മളെ വാച്ച് ലിസ്റ്റ് കാണാൻ പറ്റും. ഓക്കെ, നമ്മളെ വാച്ച് ലിസ്റ്റിൽ ഇപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ടൈമിൽ ഒരുപാട് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ വരുന്നുണ്ടാകും. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന ടൈമിൽ അതൊക്കെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യാം. എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാം, നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ ജസ്റ്റ് സിസ്റ്റത്തിലാണ് ഇവിടെ ഇങ്ങനെ ഡിലീറ്റിന്റെ ഓപ്ഷൻ ഉണ്ടാകും. അതിങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് എന്ത് ചെയ്യും, ഡിലീറ്റ് ചെയ്യും. ഇനി നമ്മളെ വാച്ച് ലിസ്റ്റ് നമ്മൾ പുതിയത് ക്രിയേറ്റ് ചെയ്യണം. പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു പ്ലസ് ബട്ടൺ നമ്മൾ കൊടുത്തിട്ട് അവിടെ നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ എന്ത് ചെയ്യുക, ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മെയിൻലി ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്നത് ഗോൾഡ്, GBP USD, യൂറോ USD അല്ലേ. അപ്പോൾ ഗോൾഡിനെ നമ്മൾ XAU USD എന്നാ പറയാം. അപ്പോൾ XAU USD സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ XAU USD എന്ത് ചെയ്യും, ഇവിടെ വരും. ഓക്കെ, അതിന്റെ നമ്മളെ forest.com-ന്റെ എന്ത് ചെയ്ത് കൊടുക്കാം, ഇവിടെ ഇങ്ങനെ ഒരു പ്ലസ് ബട്ടൺ വരും. ആ പ്ലസ് ബട്ടൺ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ forest.com-ന്റെ യൂറോ XAU USD ഇവിടെ നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. ഓക്കെ, ദെൻ പിന്നെ നമുക്ക് യൂറോ USD വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്ത് കൊടുക്കാം, യൂറോ USD എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോഴും ഒരുപാട് യൂറോ USD എന്ത് ചെയ്യും, ഇവിടെ നമുക്ക് വരും. ഓക്കെ, USD. ഓക്കെ, അങ്ങനെ ഒരുപാട് യൂറോ USD വരും. പക്ഷെ നമുക്ക് forest.com-ന്റെ മാത്രമേ, ഇത് ഓൾറെഡി എൻ്റെ വാച്ച് ലിസ്റ്റ് ഉള്ളതുകൊണ്ട് ഡിലീറ്റിന്റെ ഓപ്ഷൻ വരുന്നത്. അതില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്ലസ് ബട്ടൺ ആയിരിക്കും വരിക, പ്ലസ് ബട്ടൺ കൊടുക്കുക. അതേപോലെ ഇനി എന്ത് ചെയ്ത് കൊടുക്കാം, GBP USD കൊടുക്കാം. GBP USD കൊടുക്കാം. GBP USD-ലും forest.com-ന്റെ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആ ഒരു മൂന്നെണ്ണം മാത്രം എന്ത് ചെയ്താൽ മതി, വെച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ചാർട്ട് ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിന്മേൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ഫുൾ ചാർട്ട് എന്നുണ്ട്. അപ്പോൾ GBP USD-ന്റെ ചാർട്ട് എനിക്ക് കിട്ടുന്നത്. ഫുൾ ചാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ചാർട്ട് എനിക്ക് അവിടെ ഉണ്ടാവും, ലോഡായിട്ട് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ GBP USD എന്ന് പറയുന്ന ഈ ഒരു കറൻസി പെയറിന്റെ ചാർട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഏതൊക്കെ പ്രൈസിൽ എങ്ങനെയൊക്കെ മാർക്കറ്റ് പോയി എന്നുള്ളത് കംപ്ലീറ്റ് ഡാറ്റ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യും, ഇവിടെ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇതിപ്പോ ഫോറക്സ് പെയറിന്റെ ആണ്. നമുക്കിപ്പോ ഇന്ത്യൻ കമ്പനി ആയിട്ടുള്ള ടാറ്റ സ്റ്റീലിന്റെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ടാറ്റ സ്റ്റീൽ എന്ന് സെർച്ച് ചെയ്താൽ മതി. ടാറ്റ സ്റ്റീലിന്റെ കംപ്ലീറ്റ് ഡാറ്റ പ്രൈസിൽ വന്നിട്ടുള്ള കംപ്ലീറ്റ് വേരിയേഷൻസ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും എന്നുള്ളതാണ് അല്ലെ. ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്നത്, ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് മാർക്കറ്റ് ക്ലോസ് ആണ്, 200 എന്ന് പറഞ്ഞ പ്രൈസിലാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, നിൽക്കുന്നത് അല്ലെ. ഏകദേശം ഓൾ ടൈം ഹൈ ആയിട്ട് 211 എന്നുള്ള റേറ്റ് വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ടാറ്റ സ്റ്റീലിന്റെ റേറ്റ് പോയിട്ടുണ്ട്. ഇനി ആപ്പിളിന്റെ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആപ്പിൾ എന്ന് സെർച്ച് ചെയ്യാം, ഇവിടെ കിട്ടും നമുക്ക്. ആപ്പിളിന്റെ ഷെയർ ഇപ്പൊ നിൽക്കുന്നത് $255 അല്ലെ, ഏകദേശം ഈ ഒരു പ്രൈസിൽ അല്ലെ. ഇവിടെ ഈ ഒരു ബാറിൽ നമുക്ക് പ്രൈസ് കാണാം, ഏതാണ് പ്രൈസ് എന്നുള്ളത്. ഈ ഒരു താഴെയുള്ള ബാറിൽ നമുക്ക് എന്നാണ് അത് വന്നതെന്നുള്ള ഡേറ്റും ടൈമും കാണാം അല്ലെ. അപ്പൊ ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് 288 അല്ല 258, അത് വന്ന ഡേറ്റും ടൈമും ഡിസംബർ, ഇവിടെ താഴെ കാണാം കേട്ടോ, ഡിസംബർ 2025 2 മണി. ഓക്കെ, ഏർലി മോർണിംഗ് 2 മണിക്കാണ് ആ ടൈം വന്നത്. അപ്പൊ ഈ ഒരു ബാറിൽ നമുക്ക്, ഈ ഒരു ആക്സിസിൽ നമുക്ക് ഡേറ്റും ടൈമും, ഈ ഒരു ആക്സിസിൽ നമുക്ക് അതിന്റെ പ്രൈസും കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മളിവിടെ കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്നത് എന്തിനാണ്, നമ്മളെ കറൻസിയിൽ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതിലാണ് നമ്മൾ ചാർട്ട് അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ,
ദെൻ ഇവിടെ നമ്മൾ മെയിൻലി നോക്കാൻ പോകുന്നത് കാൻഡിൽ സ്റ്റിക് ചാർട്ടാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഇങ്ങനെ കണ്ട കുറേ റെഡ് കാൻഡിലും കുറേ ഗ്രീൻ കാൻഡിലും നമുക്ക് കാണുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മളിവിടെ കാൻഡിൽ സ്റ്റിക് ചാർട്ടാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യാൻ പോകുന്നത് അല്ലെ. ഇപ്പൊ രണ്ട് കാൻഡിലിസ്റ്റ് ആണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഗ്രീൻ കാൻഡിൽ. ഓക്കെ, ഗ്രീൻ കാൻഡിലിനെ നമ്മൾ ബുള്ളിഷ് കാൻഡിൽ എന്നാണ് എന്ത് ചെയ്യുക പറയാ. ഗ്രീൻ കാൻഡിലിനെ നമ്മൾ ബുള്ളിഷ് കാൻഡിൽ എന്നാണ് എന്ത് ചെയ്യുക പറയാം. ഓക്കെ, അതുപോലെ അവിടെ വരുന്നതാണ് റെഡ് കാൻഡിൽ. റെഡ് കാൻഡിൽ നമ്മൾ ബെയറിഷ് കാൻഡിൽ എന്നാണ് എന്ത് ചെയ്യുക പറയാം. യെസ്, ബുള്ളിഷ് കാൻഡിൽ അതുപോലെ തന്നെ ബെയറിഷ് കാൻഡിൽ. ഈ ബുള്ള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാള അല്ലെ. കാള ഇതിന്റെ എനിമിനെ കൊമ്പ് കൊണ്ട് കുത്തിയിട്ട് മുകളിലോട്ട് തെറിപ്പിക്കലാണ്. ആ ഒരു ലോജിക്കിന്റെ പുറത്താണ് ഈ ഒരു കാൻഡിലിന് എന്ത് പേര് പറയുന്നത്, ബുള്ളിഷ് കാൻഡിൽ എന്നുള്ളത് പറയുന്നത് അല്ലെ. ഗ്രീൻ കാൻഡിൽ വന്നു കഴിഞ്ഞാൽ പ്രൈസ് മുകളിലോട്ടാണ് എന്ത് ചെയ്യുക, മൂവ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതായത് ഇതിന്റെ ഓപ്പണിംഗ് പ്രൈസ് ഇവിടെ വരും, ഓപ്പണിംഗ് പ്രൈസ് ഇവിടെ വരും, ക്ലോസിംഗ് പ്രൈസ് ഇവിടെ വരും. ഓക്കെ, ഈ ഒരു റെക്ടാങ്കിൾ ഷേപ്പിനാണ് നമ്മൾ കാൻഡിലിന്റെ ബോഡി എന്ന് പറയാം. ഇതിനെ ഇവിടെ ഓപ്പൺ ചെയ്ത് ഇവിടെ ക്ലോസ് ചെയ്യും. ഓക്കെ, ഇതിനെ ഈ ഒരു റെക്ടാങ്കിൾ ഷേപ്പിനെ കാൻഡിലിന്റെ ബോഡി എന്ന് പറയും. അതുപോലെ ഈ താഴത്തോട്ട് മേലോട്ട് വരുന്നതാണ് വിക്ക്. വിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പല ടൈം ഫ്രെയിമുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ചാർട്ടിനെ റീഡ് ചെയ്യാൻ പറ്റും. ഞാൻ 1 മിനിറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഓരോ മിനിറ്റിലും ഓരോ കാൻഡിൽ ഫോം ആവും. ഒരു മിനിറ്റിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ആ ഒരു കാൻഡിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇത് 15 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓരോ 15 മിനിറ്റിലും ഓരോ കാൻഡിൽ ഫോം ആവും. അപ്പൊ ആ 15 മിനിറ്റ് എന്ത് സംഭവിച്ചു എന്നുള്ളത് അവിടെ കാണാൻ പറ്റും. ഇത് 1 ഹവർ ആണെങ്കിൽ ഓരോ 1 മണിക്കൂറിലും എന്ത് ചെയ്യും, ഓരോ കാൻഡിൽ ഫോം ആവും. അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് കാണാൻ പറ്റും. ദെൻ 4 ഹവർ ആണെങ്കിൽ ഓരോ 4 മണിക്കൂർ കൂടുമ്പോഴും അവിടെ ഓരോ കാൻഡിൽ ഫോം ആവും. ആ 4 മണിക്കൂറിൽ എന്ത് സംഭവിച്ചു എന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 15 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ 15 മിനിറ്റിൽ ഇത് ഇവിടെ ഓപ്പൺ ചെയ്തു, 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്തു. ആ 15 മിനിറ്റിൽ ഏത് വരെയൊക്കെ പ്രൈസ് താഴത്തോട്ട് പോയിട്ടുണ്ട്, ദെൻ ഏത് വരെയൊക്കെ പ്രൈസ് മുകളിലോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് എന്ത് ചെയ്യുക, ഈ വിക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുക അല്ലെ. അപ്പൊ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു, ഒരു 100 ഓപ്പൺ ചെയ്തു, ഒരു 90 വരെ താഴത്തോട്ട് പോയിട്ടുണ്ടെന്ന് വിചാരിക്കുക. പിന്നെ ഇങ്ങനെ മേലോട്ട് തന്നെ കയറി കയറി ഒരു 200 വരെ പ്രൈസ് മുകളിലോട്ട് പോയി, പക്ഷെ അവിടെ നിൽക്കാൻ പറ്റിയില്ല, വീണ്ടും താഴത്തോട്ട് വന്നിട്ട് എന്ത് ചെയ്തു, ഒരു 150 എന്നുള്ള പ്രൈസിൽ അത് ക്ലോസ് ചെയ്തു അല്ലെ. ആ ഒരു കാൻഡിൽ അനാട്ടമി നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആ ഒരു 15 മിനിറ്റിൽ എന്തൊക്കെ നടന്നു എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും അല്ലെ. ഇവിടെ നമ്മൾ 100 ഓപ്പൺ ചെയ്തു. ഓക്കെ, 100 ഓപ്പൺ ചെയ്തു. ദെൻ ഇവിടെ 90 വരെ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റിൽ പ്രൈസ് താഴത്തോട്ട് പോയിട്ടുണ്ട്. ദെൻ ഇത് എന്ത് ചെയ്തു, ഒരു 150 എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. 150 ക്ലോസ് ചെയ്തു. ഒരു 200 വരെ എന്ത് ചെയ്തിട്ടുണ്ടാകും, മേ ബി മാർക്കറ്റ് പോയിട്ടുണ്ട്. ആ 15 മിനിറ്റിൽ പ്രൈസിൽ എന്തൊക്കെ വേരിയേഷൻസ് വന്നു അത് കംപ്ലീറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഇവിടെ അറിയാൻ പറ്റി. ഇങ്ങനെയാണ് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ നമ്മൾ റീഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ വരുന്നത് ബെയറിഷ് ക്യാൻഡിൽ. ബെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരടി. കരടി ഇതിന്റെ എനിമിനെ അടിച്ച് താഴ്ത്തലാണ്, താഴത്തോട്ട് അമർത്തലാണ്. ആ ഒരു കൺസെപ്റ്റിന്റെ പുറത്താണ് ഇതിനെ റെഡ് ക്യാൻഡിലെ ബെയറിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് കുറയുമ്പോഴായിരിക്കും ഏത് ക്യാൻഡിൽ ഫോം ചെയ്യുക, ബെയറിഷ് ക്യാൻഡിൽ അഥവാ റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യുക അല്ലെ. ഇത് ഇവിടെയാണ് എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, മുകളിൽ ഓപ്പൺ ചെയ്തു അല്ലെ, ഓപ്പൺ പ്രൈസ് ഫോർ എക്സാമ്പിൾ 100 എന്നുള്ള പ്രൈസ് തന്നെ കൊടുത്തു അല്ലെ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ചിലപ്പോൾ ഒരു 200 വരെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാകും, പ്രൈസ് മുകളിലോട്ട് പോയിട്ടുണ്ടാവും എന്നുള്ളത് അസ്യൂം ചെയ്യാം. ഓക്കെ, 100ലാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്, 200 വരെയൊക്കെ പ്രൈസ് മേലോട്ട് പോയിട്ടുണ്ട്. ദെൻ പ്രൈസ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ നമുക്ക് ലാസ്റ്റ് ഫൈനലി ഒരു 90 എന്ന് പറഞ്ഞ പ്രൈസിലാണ് ഇത് എന്ത് ചെയ്തിട്ടുണ്ടാവുക, ക്ലോസ് ചെയ്തിട്ടുണ്ടാവുക. പ്രൈസ് താഴത്തോട്ട് വരുമ്പോഴാണല്ലോ കുറയാ അല്ല. അപ്പൊ 100 ഓപ്പൺ ചെയ്തു, 200 വരെ പോയിട്ടുണ്ട്, ദെൻ 90 വന്നിട്ട് എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. അതിന്റെയും താഴെ ഒരു 80 വരെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാകും, പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പൊ ഇതൊരു 1 മണിക്കൂറിന്റെ ക്യാൻഡിലാണെങ്കിൽ ആ 1 മണിക്കൂറിൽ എന്ത് സംഭവിച്ചു, ഇപ്പൊ 7 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 7:30ക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 8:30 ആകുമ്പോൾ ആ ക്യാൻഡിൽ എന്താവും, ക്ലോസ് ആകും അല്ലെ. അപ്പൊ 7:30ക്ക് തുടങ്ങിയത് ഇവിടുന്ന് 100 ഓപ്പൺ ചെയ്തു അല്ലെ, 200 വരെ പ്രൈസ് മുകളിലോട്ട് പോയിട്ടുണ്ട്, ദെൻ 80 വരെ താഴത്തോട്ട് വന്നിട്ടുണ്ട്. 8:30 ആയപ്പോൾ ഫൈനലി അത് എന്ത് ചെയ്തു, 90 എന്ന് പറഞ്ഞ പ്രൈസിൽ ക്ലോസ് ചെയ്തു. ഇതാണ് കാൻഡിൽ അനാറ്റമി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടൊക്കെ നോക്ക് നിങ്ങൾ കാൻഡിൽസ്. നമ്മളിപ്പോ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ എടുക്കണം അല്ലെ. ഈ ഗ്രീൻ ക്യാൻഡിൽ ഇവിടെയാണ് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുക, താഴെ എന്ന് പറയുമ്പോൾ ഇവിടെ കാണും അതിന്റെ പ്രൈസ് 200 സംതിങ്. ദെൻ ഇതുവരെ ഈ ഒരു വിക്ക് വരെ താഴത്തോട്ട് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട് അല്ലെ. അതേപോലെ ഇതുവരെ മേലോട്ട് പോയിട്ടുണ്ട്, ഫൈനലി അത് ഇവിടെ എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി റെഡ് ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഈ ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്തു, ആ ക്ലോസ് ചെയ്തോടത്താണ് അടുത്ത ക്യാൻഡിൽ ഓപ്പൺ ചെയ്യാം അല്ലെ. അപ്പൊ ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഇതുവരെ വന്നു, ഇതുവരെ തിരിച്ചു വന്നിട്ട് ഇവിടെ ക്ലോസ് ചെയ്തു, ഇത് ക്ലോസ് ചെയ്തോടത്താണ് അടുത്ത ക്യാൻഡിൽ ഓപ്പൺ ചെയ്യാം
അല്ല അതേപോലെ ഇത് ഇവിടെ ക്ലോസ് ചെയ്തു, ക്ലോസ് ചെയ്തിട്ട് അടുത്ത ക്യാൻഡിൽ ഓപ്പൺ ചെയ്തു അല്ലേ, പ്രൈസ് കുറച്ച് മേലോട്ട് പോയിട്ടുണ്ട്, ദെൻ വീണ്ടും താഴത്തോട്ട് വന്നിട്ട് എന്ത് ചെയ്തു, ഇതുവരെ പ്രൈസ് വന്നിട്ടുണ്ട്, ദെൻ വീണ്ടും കയറി പോയിട്ട് എന്ത് ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു, അതുകൊണ്ട് ഇവിടെ വിക്ക് ഫോം ആയി. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ക്യാൻഡിൽ അനാട്ടമി നമ്മൾ നോക്കുക. ക്യാൻഡിലാണ് മാർക്കറ്റിൽ എന്ത് ചെയ്യുക, പ്രൈസിന്റെ മൂവ്മെന്റ്സുകളെ നമുക്ക് ഡിഫൈൻ ചെയ്ത് തരാം അല്ലെ. ഇപ്പൊ ഇത് ഇങ്ങനെ ഈ ഗ്രീൻ ക്യാൻഡിൽസ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത്, പ്രൈസ് മുകളിലോട്ട് പോയതാണ്. ഈ റെഡ് ക്യാൻഡിൽസ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്തു, പ്രൈസ് താഴത്തോട്ട് വന്നതാണ് അല്ലെ. അപ്പൊ ഇവിടെ പ്രൈസ് ഇങ്ങനെ താഴത്തോട്ട് വന്നു, ഇവിടുന്ന് കുറച്ച് മേലോട്ട് പോയി, വീണ്ടും ഇങ്ങനെ താഴത്തോട്ട് വന്നു അല്ലെ, വീണ്ടും മേലോട്ട് പോയി, ഇവിടുന്ന് ഒരു ക്യാൻഡിൽ വീണ്ടും താഴത്തോട്ട് വന്നു അല്ലെ. ഇങ്ങനെ റെഡ് ക്യാൻഡിൽസും ഗ്രീൻ ക്യാൻഡിൽസും ആയിരിക്കും വരിക. ഇതാണ് നമ്മൾ മെയിൻലി ടെക്നിക്കൽ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ചാർട്ട് പാറ്റേൺ. പിന്നെ നമുക്ക് ഇവിടെ ലൈൻ ചാർട്ട് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം, ഏതൊക്കെ പ്രൈസിലൂടെ പോയി എന്നുള്ളത്. പക്ഷെ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുക ചാർട്ടാണ്. ഒരു എക്സ്ട്രാ കൺഫർമേഷൻസിന് വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ ലൈൻ ചാർട്ട് ഒക്കെ യൂസ് ചെയ്യുള്ളൂ. ദെൻ ഇനി ഇതിൽ നമുക്ക് ആഡ് ഓൺ ചെയ്ത് വെക്കാനുള്ളത് നമ്മളെ ടൂൾസുകളാണ്. ഈ ഒരു ആക്സിസിൽ നമുക്ക് കുറേ ടൂൾസുകൾ കാണാം. നിങ്ങൾ മൊബൈലിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ താഴെ ഒരു പെൻസിലിന്റെ ഓപ്ഷൻ കാണാം. അപ്പൊ അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ടൂൾസുകൾ ഉണ്ട്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ടൂൾസുകൾ, നമുക്ക് ആവശ്യമുള്ള ടൂൾ ഒന്ന് നമുക്ക് ഈ ട്രെൻഡ് ലൈനിന്റെ ഈ ഒരു ടൂള് ഫേവറേറ്റ് ചെയ്ത് വെക്കാം, ഈ സ്റ്റാർ ചെയ്ത് കൊടുക്കാം. ദെൻ ഹൊറിസോണ്ടൽ റേ ഒന്ന് ഫേവറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ടോപ്പിക്സ് ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. ഹൊറിസോണ്ടൽ റേ ആണെന്നുണ്ടെങ്കിൽ ഫേവറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ ഇങ്ങനെ വരും കേട്ടോ. ഞാൻ അത് ഫേവറേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് അത് കാണിച്ചു തരാം. പിന്നെ നമുക്ക് അതേപോലെ ഈ ഗാങ് ബോക്സിൽ എന്ന് പറഞ്ഞുള്ള ഈ ഒരു ടൂൾ നമുക്ക് എന്ത് ചെയ്യാം, ഫേവറേറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഇതിനൊക്കെ സെറ്റിംഗ്സ് മാറ്റാനൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ആ ടോപ്പിക്സ് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് സെറ്റ് ആക്കി തരുന്നുണ്ട്. പിന്നെ പൊസിഷൻ ടൂൾസിൽ നമുക്ക് ലോങ് പൊസിഷനും ഷോർട്ട് പൊസിഷനും ഇത് രണ്ടും എന്ത് ചെയ്യാം, ഫേവറേറ്റ് ചെയ്ത് വെക്കാം. ഇതൊക്കെ നിങ്ങൾ എന്ത് ഫേവറേറ്റ് ചെയ്ത് വെക്കണേ. പിന്നെ ഈ ഹൈലൈറ്റർ ടൂൾ എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് വെക്കാം. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു ഏരിയ ഹൈലൈറ്റ് ചെയ്യാൻ. പിന്നെ ഈ ഒരു പാത്ത് ടൂൾ നമുക്ക് എന്ത് ചെയ്യാം, ഹൈലൈറ്റ് ചെയ്ത് വെക്കാം. ഈ റെക്ടാങ്കിൾ ടൂൾ എന്ത് ചെയ്യാം, ഹൈലൈറ്റ് ചെയ്ത് വെക്കാം. ഇതൊക്കെ പിന്നെ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നുണ്ട്, ഇതിനൊന്നും ആവശ്യമില്ല. മെയിൻലി ഈ ഒരു ടൂളുകളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ആവശ്യമുണ്ട് ഉള്ളത്. ഓക്കെ, ഇത് നമ്മൾ ഓരോ ഏരിയ പഠിക്കുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാറ്റി വെക്കാം. പിന്നെ പൊസിഷൻ ടൂളിൽ നമ്മൾ ഇത് വെച്ചു അല്ലെ. പിന്നെ ടെക്സ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടെക്സ്റ്റ് ടൂൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യണം, ഇതുപോലെ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ടൂൾ സെറ്റ് ചെയ്തിട്ട് വെക്കാം. ഇത്രയും ടൂളുകൾ നിങ്ങൾ സ്റ്റാർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വാച്ച് ലിസ്റ്റിൽ ഇത് ഇതുപോലെ എന്ത് ചെയ്യും, വരും. ഓക്കെ, ഇത് 1 by 1 ആയിട്ട് നമുക്ക് ഇങ്ങനെ നോക്കാം. ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഓരോ ഏരിയാസ് ഒക്കെ ഇങ്ങനെ കർവിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, ഈ കർവ് ടൂളൊക്കെ എന്ത് ചെയ്യുക, ഇങ്ങനെ യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ അതേപോലെ ഒറിസോണ്ടൽ ലൈൻ നമുക്ക് ഏതെങ്കിലും പ്രൈസ് ഇൻഡിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്ത് അങ്ങനെ ഒറിസോണ്ടൽ ലൈന് കിട്ടും. പിന്നെ അതുപോലെ നമുക്ക് ഏതെങ്കിലും ഏരിയ സ്പെസിഫിക് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. അതിന്റെ ഇവിടെ സെറ്റിംഗ്സ് വരും, അതിൽ നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കളറ് ബാക്ക്ഗ്രൗണ്ട് കളർ എന്ത് ചെയ്യാം, കൂട്ടിയിട്ടും കുറച്ചിട്ടും കൊടുക്കാം. അത് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിമ്മ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റിന്റെ ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, ഇതിമ്മ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡിലീറ്റിന്റെ ഓപ്ഷൻ വരും, അത് ക്ലിക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ട്രെൻഡ് ലൈൻ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്ത് ചെയ്യാം, വരക്കാം. ഓക്കെ, എല്ലാത്തിന്റെ സെറ്റിംഗ്സിലും ഈ ഒരു 2px ആയിരിക്കും കൊടുക്കുക. ഈ തിക്ക് ആയിട്ടുള്ള ഭയങ്കര കട്ടിയുള്ള ലൈൻസ് ആയിരിക്കും, എല്ലാം 1px ആക്കി കൊടുക്കാം. ഓക്കെ, ചെറിയ കട്ടി, ഏറ്റവും കട്ടി കുറഞ്ഞ തിക്നെസ് കുറഞ്ഞ ലൈൻ ആക്കി കൊടുക്കുക. എല്ലാത്തിന്റെ ഈ 2px എന്നുള്ളത് 1px ആക്കി കൊടുക്കും. ഇവിടെ സെറ്റിംഗ്സ് ഇങ്ങനെ വരും, അതിന്റെ ബാർ വരും. ഈ ബാർ വേണമെങ്കിൽ നമുക്ക് ഇവിടെ പിടിച്ചിട്ട് എന്ത് ചെയ്യാം, എങ്ങോട്ടും ഡ്രാഗ് ചെയ്യാം. ഇവിടെ പിടിച്ചിട്ട് ഇതും എങ്ങോട്ടും എന്ത് ചെയ്യാം, ഡ്രാഗ് ചെയ്യാം. പിന്നെ ഇത് നമ്മളെ ലോങ് പൊസിഷൻ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം ലൈവില്. ഇത് നമ്മളെ ഷോർട്ട് പൊസിഷൻ. ഓക്കെ, എങ്ങനെയാണ് എന്ത് ചെയ്യുക, അത് വരുന്നുണ്ടാവുക. ഓക്കെ, ഇത് നമ്മളെ ടാർഗറ്റ് പ്രൈസ് കാണിക്കാൻ, അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസിന്റെ പ്രൈസ് കാണിക്കാൻ, നമ്മൾ ട്രേഡ് ചെയ്യുന്ന ടൈമിൽ ഇത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ എത്ര മൂവ്മെന്റ്സുകൾ ഉണ്ട് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, മെഷർ ചെയ്യുന്നുണ്ടാവുക. പിന്നെ നമ്മളെ ഗാങ് ബോക്സ്, നമ്മൾ ഇക്വിലിബ്രിയം വരയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഗാങ് ബോക്സ്. അപ്പോൾ ഇതിന്റെ സെറ്റിംഗ്സിൽ ജസ്റ്റ് ഇതിന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ആവും. സെറ്റിംഗ്സിൽ ഈ ഒരു 3 ഓപ്ഷൻസ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ടിക്ക് കൊടുത്താൽ മതി. മേ ബി നിങ്ങൾ വരക്കുന്ന ടൈമിൽ ഇങ്ങനെ ഒരുപാട് ലൈൻസുകൾ എന്ത് ചെയ്യുന്നുണ്ടാവും, വരുന്നുണ്ടാവും. ഇത്ര ലൈൻസിന്റെ ഒന്നും ആവശ്യം നമുക്കില്ല. നമുക്ക് ആകെ വേണ്ടത് ഈ ഒരു 3 ഓപ്ഷനാണ്. ഈ ഒരു 3 മാത്രം ടിക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ എന്ത് ചെയ്തേക്ക്, അൺടിക്ക് കൊടുത്തിട്ട് എല്ലാം ഒഴിവാക്കിയേക്കട്ടോ. ഈ ബാക്ക്ഗ്രൗണ്ട് കളർ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് 50-50 ആയിട്ട് ഈ ഒരു ടൂള് കിട്ടും. ഓക്കെ, പിന്നെ ഹൈലൈറ്റർ നമുക്ക് ഏതെങ്കിലുമൊക്കെ പോയിന്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതിമ്മ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഹൈലൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ എല്ലാം റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, റിമൂവ് 56 ഡ്രോയിങ്സ്, എല്ലാം ചാർട്ട് ക്ലിയർ ആയിട്ടുണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മൾ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം. ഇത് മൊബൈലിലാണെന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെയാണ് വരിക. മൊബൈലിലാണെങ്കിൽ ടൂളൊക്കെ സെലക്ട് ചെയ്യില്ല. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പെൻസിലിന്റെ ഓപ്ഷൻ ഉണ്ടാകും. ആ പെൻസിലിന്റെ ഓപ്ഷൻ എടുത്തിട്ട് ഇതേപോലെ ടൂൾസുകൾ ഉണ്ടാകും, അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് സെറ്റ് ആക്കി വെക്കാം. ഓക്കെ, മൊബൈലിന്റെ ഒരു ജസ്റ്റ് വ്യൂ കൂടെ ഞാൻ എന്ത് ചെയ്ത് തരുന്നുണ്ട്, കാണിച്ചു തരുന്നുണ്ട്, ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലൈവ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. ഇതാണ് ട്രേഡിംഗ് വ്യൂവിന്റെ ഒരു ഓവർവ്യൂ, ജസ്റ്റ് ട്രേഡിംഗ് വ്യൂവിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഇനി ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ടെക്നിക്കൽ അനാലിസിസും ടൂൾ അനാലിസിസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മൾ പഠിക്കാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.